താലി കെട്ടുമ്പോൾ ശിവ കൈകൂപ്പിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ചുറ്റും കൂടുന്നവരെല്ലാം സന്തോഷത്തോടെ അവരെ നോക്കി നിന്നു. ഫോട്ടോഗ്രാഫർമാർ അവരെ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നപ്പോൾ താലികെട്ടിന് ശേഷം ആദ്യ ഒരു നുള്ളു കുങ്കുമം അവളുടെ നെറുകയിൽ ചാർത്തി കൊടുത്തു. ആ നെറുകയിലൊന്ന് അമർത്തി മുത്താനുള്ള അതിയായ ആഗ്രഹമുണ്ടായെങ്കിലും അവൻ ആ ആഗ്രഹത്തെ തൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി. തൻ്റെ താലിയും കഴുത്തിലണിഞ്ഞ് താൻ ചാർത്തി കൊടുത്ത സിന്ദൂരമായി നിൽക്കുന്ന ശിവയെ കണ്ടപ്പോൾ ആദിയുടെ മനസ്സ് നിറഞ്ഞു. താലികെട്ടിന് ശേഷം കന്യാദാന ചടങ്ങായിരുന്നു. ശിവയുടെ വലം കൈ ആദിയുടെ വലം കൈയിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ സന്തോഷം കൊണ്ട് രവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നാടിനമൊത്ത സാക്ഷിയാക്കി ഏകമകളെ അന്തസ്സോടെ അവളെ പൊന്നുപോലെ നോക്കാൻ സാധിക്കുന്ന ഒരാളുടെ കൈകളിലേക്ക് സുരക്ഷിതമായി ഏൽപ്പിക്കുമ്പോഴാണ് ഒരച്ഛൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എന്ന് ആ നിമിഷം രവിക്ക് മനസ്സിലായി. കൈവിട്ടുപോയെന്ന് കരുതിയ നിധി തിരിച്ചു കിട്ടിയ സന്തോഷം ആദിയുടെ മുഖത്തും കണ്ടു. താൻ നോക്കുമ്പോഴെല്ലാം ഗൗരവത്തിൽ മുഖം തിരിക്കുന്ന അനുവിനെ സിദ്ധു ചിരിയോടെ നോക്കി നിന്നു. അച്ചുവിനെ നോക്കുന്ന അജ്ഞാത മനുഷ്യനെ അവളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ചടങ്ങുകൾക്ക് ശേഷം അവരെ ഫോട്ടോഗ്രാഫർമാർക്ക് വിട്ടുകൊടുത്ത് മുതിർന്നവർ തടിതപ്പി. ശിവയോടൊപ്പമുള്ള ഓരോ മൊമെന്റും എൻജോയ് ചെയ്യുകയായിരുന്നു ആദ്യപ്പോൾ. ഫോട്ടോഗ്രാഫർമാർ നോക്കി ചിരിക്കുകയും അവർ പറയുന്ന ഓരോ പോസിൽ നിന്നു കൊടുക്കുമ്പോഴെല്ലാം മനസ്സിൽ അവരുടെ കാരണവന്മാരെ സ്മരിക്കുകയായിരുന്നു ശിവ. അവളുടെ നിർദ്ദേശം കേട്ട് അവളോട് ഒട്ടുനിൽക്കാനുള്ള സന്ദർഭം ആദ്യം ഒട്ടും പാഴാക്കിയതുമില്ല. അവസാനം ആരോ വന്ന് ഭക്ഷണം കഴിക്കാനുള്ള സമയമായെന്ന് കേട്ടപ്പോഴാണ് അവരുടെ പിടിയിൽ നിന്നും ഇരുവർക്കും മോചനം ലഭിച്ചത്. പക്ഷേ അതവളുടെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നെന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ശിവക്ക് മനസ്സിലായത്. 4 കൂട്ടം പായസവും 10-40 വിഭവങ്ങളും കണ്ട് ആർത്തിയോടെ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന ശിവക്ക് പെണ്ണും ചെക്കനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്തിട്ട് കഴിച്ചു തുടങ്ങിയാൽ മതിയെന്ന് ഫോട്ടോ ചേട്ടന്മാരുടെ നിർദ്ദേശം കിട്ടി. അത് കേട്ടതും ആ നിമിഷം തന്നെ അവരുടെ ഉണക്ക് ക്യാമറ എടുത്ത് കിണറ്റിൽ എറിഞ്ഞാലോ എന്ന് വരെ അവൾക്ക് തോന്നിപ്പോയി. പക്ഷേ അതിനുശേഷം ലഭിക്കാൻ പോകുന്ന മാനഹാനി ഓർത്ത് അവളെല്ലാം ഉള്ളിലൊതുക്കി നിന്നു. ശിവയുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവൾ അനുഭവിക്കുന്ന പ്രയാസം ആദിക്ക് മനസ്സിലായിരുന്നു. അത് കണ്ടതും കുറച്ച് സമയത്തേക്ക് ഫോട്ടോ ഒഴിവാക്കാനുള്ള നിർദ്ദേശം അവന്റെ ഭാഗത്തു നിന്ന് വന്നു. അവർ പോയതും ശിവയുടെ ഫുൾ കോൺസെൻട്രേഷൻ ഫുഡിലായി. തൻ്റെ ഇലയിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ച് ആരെയും നോക്കാതെ അവൾ വെട്ടി വിഴുങ്ങാൻ തുടങ്ങി. അവളുടെ കഴിപ്പ് കണ്ട് ആദി കണ്ണു തള്ളി കുറച്ച് സമയം അവൾ തന്നെ നോക്കി നിന്നു. ശിവക്ക് പിന്നെ അതൊക്കെ ആൾ ഗ്രാസായതുകൊണ്ട് അവൾ പായസം എടുത്ത് കുടിച്ച് ഏമ്പക്കം വിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോയി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി തിരിഞ്ഞു നോക്കിയപ്പോൾ അനു കാണുന്നത് തനിക്ക് തൊട്ടുമുന്നിലായി തന്നെ തന്നെ നോക്കി കൈ പിണച്ചേട്ടി വെച്ച് നിൽക്കുന്ന സിദ്ധാർത്ഥിനെയാണ്. അവനെ കണ്ടിട്ട് മൈൻഡാക്കാതെ നടന്നകന്ന അനുവിന്റെ കൈ പിടിച്ച് ആരും കാണാതെ സിദ്ധു വേഗത്തിൽ അവൾ കുളപ്പടവിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയതും സിദ്ധു പതിയെ അവളുടെ കൈകളെ സ്വതന്ത്രമാക്കി വിട്ടു. അനു വിശ്വാസം വരാതെ അവനെ തന്നെ നോക്കി നിന്നു. അനു ആദ്യമായാണ് സിദ്ധാർത്ഥ് ഇത്രയും സോഫ്റ്റായി അവൾ വിളിക്കുന്നത്. അതിനാൽ തന്നെ വേണ്ടെന്ന് വെച്ചിട്ടും അവൾ മൂളിപ്പോയി. അനു, നീ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? അവോയ്ഡ് ചെയ്തെന്നോ? ഞാനറിയാം അവോയ്ഡ് ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാവരോട് സംസാരിക്കുമ്പോഴും എന്നെ മനഃപൂർവ്വം അവഗണിക്കുന്നത് ആരാണ് പിന്നെ? സിദ്ധു പരിഭവത്തോട് ചോദിച്ചു. അതിൻ്റെ കാരണം സിദ്ധുവേട്ടൻ തന്നെയാ. ഞാനോ? നിങ്ങൾ തന്നെ. ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ വരുന്നത് പറഞ്ഞിട്ടില്ലേ സിദ്ധുവേട്ടൻ നിങ്ങളോട് സംസാരിക്കരുതെന്നും? ഇതൊക്കെ കേട്ടിട്ടും പിന്നെയും ഞാൻ എന്തിനാ പുറകെ വരുന്നത്? ആർക്കും ശല്യാവണ്ടെന്ന് കരുതിയാ ഞാൻ ഒഴിഞ്ഞടന്ന്. അനു, അത് അന്നത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതല്ലേ. നീ ഇപ്പോഴൊന്നും മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ലേ? സിദ്ധുവേട്ടൻ്റെ നാവിൽ നിന്നത് കേട്ടപ്പോൾ എനിക്കുണ്ടായ വിഷമം എത്രയാണെന്ന് അറിയോ? അപ്പോഴേക്കും അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. സോറി മോളെ, ഐ എം റിയലി സോറി. ഞാൻ കാരണം നീ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിനൊക്കെ ഇനി അങ്ങോട്ട് നിന്നെ സ്നേഹം കൊണ്ട് മൂടി പകരം വീട്ടിക്കോളാം. അനു ഒരു നിമിഷം കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ തറഞ്ഞു നിന്നു. അവളുടെ നിൽപ്പ് കണ്ടതും സിദ്ധുവിന് ചിരി വന്നു. എന്തോ നാടി വേണ്ടേ അന്തം വിട്ട് നോക്കുന്നേ? അവളെ നോക്കിക്കൊണ്ട് കുസൃതിയോടെ സിദ്ധു ചോദിച്ചു. എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അനു, ഐ ലവ് യു. സിദ്ധു അവളുടെ കാതോരം ചേർന്ന് മന്ത്രിച്ചു. അവന്റെ സ്പർശനത്തിൽ ഷോക്കേറ്റതുപോലെ തോന്നിയ അനുവിന് സിദ്ധു അവളെ നെഞ്ചോട് അടക്കി പിടിച്ചു. ഒരു പൂച്ച കുഞ്ഞിനെ പോലെ അവന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നുകൊണ്ട് അനുവും നിന്നു. ആദ്യമൊക്കെ വെറുപ്പായിരുന്നു എന്നോട്. ഇഷ്ടം പറഞ്ഞപ്പോഴൊക്കെ പുച്ഛിച്ചു. മനഃപൂർവ്വം എന്നിൽ നിന്ന് അകറ്റി നിർത്തി. സത്യം പറഞ്ഞ അന്നൊന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ഈ കുറുമ്പിയുടെ ഉള്ളിൽ ഞാൻ ഒത്തിരി വളർന്നു പോയിരുന്നെന്ന്. പക്ഷെ ഇപ്പം ഞാൻ തിരിച്ചറിയുന്നുണ്ട് നിന്റെ ഉള്ളിലെ പ്രണയം
എന്നോടുള്ള ആത്മാർത്ഥ സ്നേഹം. അത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഞാൻ പോലും അറിയാതെ നീയും എൻ്റെ ഹൃദയ കവാടം ഭേദിച്ച് അകത്ത് കയറിയിരുന്നു. പിന്നീടൊക്കെയും കാത്തിരിപ്പായിരുന്നു നിനക്ക് വേണ്ടി, നിന്നെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി. അവസാനം ഈ കഴിഞ്ഞ ദിനങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കി, എൻ്റെ ഉള്ളിൽ ഒരിക്കലും പിഴുതെറിയാൻ സാധിക്കാത്ത അത്രയും ആഴത്തിൽ നീ എന്ന പേര് ഉറച്ചു പോയെന്ന്. ഈ നിമിഷം ഞാൻ ആത്മാർത്ഥമായി പറയുക, സിദ്ധാർത്ഥൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഈ നിൽക്കുന്ന അനഘ മാത്രമായിരിക്കും. എൻ്റെ വാമഭാഗത്തിന് ഉടമയാവാൻ ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ്. സിദ്ധാർത്ഥ് പറഞ്ഞെല്ലാം കേട്ടുകഴിഞ്ഞതും അനു സന്തോഷത്തോടെ അവനെ വാരിപ്പുണർന്നു. ഒത്തിരി സമയം അവരാ നിൽപ്പ് തുടർന്നു. അനു, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക്? എത്രയൊക്കെ ആയ സ്ഥിതിക്ക്? അല്ല, നമ്മൾ രണ്ട് ലവേഴ്സ് ആയില്ലേ, അപ്പൊ പിന്നെ നീ എന്താ എന്റെ എക്കോയോ? ഞാൻ പറയുന്നതിന്റെ പറയാം. ഛേ, ആ ഫ്ലോ അങ്ങ് പോയി. നന്നായി, നിങ്ങൾ പറഞ്ഞു വരുന്നൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ തന്നൂടെ? സിദ്ധു അവളിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യട, മാറി നിൽക്കാം അങ്ങോട്ട്, അതൊക്കെ ഇനി ഒത്തിരി സമയമുണ്ട്. ആദ്യം നമ്മുടെ കല്യാണം കഴിയട്ടെ. അനു അവനെ പിടിച്ചു തള്ളി. കല്യാണം? ഒരു ഉമ്മക്കോ? ആ, ഉമ്മക്കായാലും ബാപ്പക്കായാലും കല്യാണം കഴിഞ്ഞു മതി. കുറെ കാലം എന്നിട്ട് വിഷമിപ്പിച്ചല്ലേ, അതിന്റെ പ്രതികാരമാണെന്ന് കൂട്ടിക്കോ. സുഭാഷ്, സിദ്ധു ദയനീയമായി പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ പോട്ടെ, ഭാവി കെട്ടിയോനെ. അനു അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. ആദിയുടെ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള സമയമാവും തോറും ശിവ അടക്കി നിർത്തിയ കണ്ണീരൊക്കെ പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങി. രവിയെയും ശ്യാമയെയും കെട്ടിപ്പിടിച്ച് കരയുന്ന ശിവയെ കണ്ടപ്പോൾ ആദിക്ക് അവളോട് വല്ലാത്തൊരു അലിവ് തോന്നി. രവിയും കരച്ചിലടക്കം പാടുപെട്ടു. എന്റെ പ്രാണനെയാ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു, നീ നന്നായിട്ട് നോക്കുന്നറിയാം. എന്നാലും ഒരു അച്ഛൻ്റെ ആദി എന്ന നിലയിൽ പറയുക, എന്റെ മോളെ നന്നായി തന്നെ നോക്കണേ മോനെ. ആദിയെ ചേർത്ത് പിടിച്ച് രവി പറഞ്ഞു. അങ്കിള് വിഷമിക്കണ്ട, എന്റെ ജീവനുള്ളിടത്തോളം കാലം ഒരു പോറൽ പോലും ഏൽക്കാതെ ശിവയെ ഞാൻ സംരക്ഷിച്ചോളാം. രവിയുടെ കയ്യിൽ കൈ ചേർത്ത് ആദി വാക്ക് നൽകി. ശിവ തന്റെ 4 സഹോദരന്മാരെയും ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അവർ 5 പേരും നന്നായി അടുത്തിരുന്നു. കുട്ടികളും അവൾക്ക് സ്നേഹസമ്മാനമായി കവിളിൽ ഓരോ ഉമ്മ വീതം നൽകി. അച്ചുവിനെയും അനുവിനെയും ആമയും കെട്ടിപ്പിടിച്ചതിന് ശേഷം ശിവ ചെറിയച്ഛന്മാരുടെയും ചെറിയമ്മമാരുടെ അടുത്തേക്ക് പോയി. അവരും നിറഞ്ഞ മനസ്സാലെ അവൾക്ക് യാത്രയപ്പ് നൽകി. ദേവകിയും ദേവദാസും രവിയെയും ശ്യാമയും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. സിദ്ധാർത്ഥ് കരഞ്ഞു തളർന്ന ശിവയെയും കൂട്ടി കാറിനടുത്തേക്ക് നടന്നു. ശേഷം ആദിയോടും കയറാൻ പറഞ്ഞു. ശിവ ഒരിക്കൽ കൂടി എല്ലാവരോടും മൗനമായി യാത്ര ചോദിച്ചു. കാർ അകന്നതും ഒരു പൊട്ടിക്കരച്ചിലോട് അവൾ വിൻഡോയിലേക്ക് തലചായ്ച്ചു. വീടെത്തി, എഴുന്നേറ്റ്. വിൻഡോയിലേക്ക് തലയാഴ്ച മയങ്ങിയായിരുന്ന ശിവയെ സിദ്ധു തട്ടി വിളിച്ചു. ആദ്യം അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ശിവ പെട്ടെന്ന് തന്നെ ഞെട്ടിയുണർന്ന് ചുറ്റും നോക്കി. വാ, ഇറങ്ങുമോളെ. അവൾക്ക് ഇറങ്ങാനായി ഡോർ തുറന്നെടുത്ത് സിദ്ധു പറഞ്ഞു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ശിവ അവൾ ജനിച്ചു വളർന്ന മണ്ണിൽ കാലുകുത്തി. പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു അനുഭൂതി ആ സമയം അവൾ വന്ന് പൊതിഞ്ഞു. അച്ഛൻ്റെ കൈയും പിടിച്ച് അവസാനമായി ഇവിടുന്ന് നടന്നകന്ന മങ്ങിയൊരു ചിത്രം ഓർമ്മയിലേക്ക് എത്തി. അതിൻ്റെ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ശിവയുടെ വിഷമം മനസ്സിലാക്കിയതെന്ന പോലെ ആദിയുടെ കൈകൾ അവളുടെ കൈകളെ പൊതിഞ്ഞു. എല്ലാവരുടെയും ശ്രദ്ധ തങ്ങളിലാണെന്നുകൊണ്ട് ശിവ അവൻ്റെ കൈ തട്ടിമാറ്റിയില്ല. ആദിക്കത് ഒരുപാട് സന്തോഷമാവുകയും ചെയ്തു. ആദിയുടെ കൈയും പിടിച്ചു വരുന്ന ശിവയെ കണ്ട് ദേവകിക്കും ദാസിനും ഒരുപാട് സന്തോഷമായി. ശോഭ ഇരുവരെയും ആരതി ഒഴിഞ്ഞു. ദേവകി ശിവയുടെ കൈകളിലേക്ക് നിലവിളിക്ക് വെച്ചുകൊടുത്തു. ശിവ അവളുടെ ആരാധനാമൂർത്തിയായ മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ച് വലതുകാൽ വെച്ച് ആ വീടിന്റെ പടി ചവിട്ടി. ഹാളിന്റെ മധ്യഭാഗത്തായുള്ള പൂജാമുറിയിലേക്ക് ആദിയോടൊപ്പം ശിവയും നടന്നു. നിലവിളക്ക് പൂജാമുറിയിൽ കൊണ്ടുവച്ച് ഇരുവരും നന്നായി പ്രാർത്ഥിച്ചു. അതിനുശേഷം മധുരം കൊടുക്കൽ ചടങ്ങായിരുന്നു. ചടങ്ങുകൾക്ക് ശേഷം ശിവയെ ദേവകി എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ശിവക്ക് ക്ഷീണം കൊണ്ട് ആകെ വയ്യെന്നായി. അത് മനസ്സിലാക്കിയതും ദേവകി ദാസിന്റെ അനുജന്റെ മകളായ നന്ദനയോട് ശിവയെ റൂമിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവൾ ശിവയെയും കൂട്ടി ആദിയുടെ മുറിയിലേക്ക് പോയി. തന്നെ പോലെ തന്നെ നന്ദനയും ഒരു വായാടി മറിയമാണെന്ന സത്യം ശിവ തിരിച്ചറിഞ്ഞു. ഇരുവരും പെട്ടെന്ന് തന്നെ കമ്പനിയായി. പുള്ളിക്കാരത്തി ബിടെക് തേർഡ് ഇയർ ആണ്. വാ തോരാതെ ഓരോന്നും സംസാരിച്ച് ഒടുവിൽ ഇരുവരും ആദിയുടെ മുറിയിൽ എത്തിച്ചേർന്നു. എല്ലാവിധ ആഡംബര സൗകര്യങ്ങളോടും കൂടിയ ഒരു മുറിയായിരുന്നു ആദിയുടേത്. ചേച്ചി, ആദ്യം ഓർണമെന്റ്സ് ഒക്കെ അഴിച്ചു വെക്കാം, എന്നിട്ട് മുടി റെഡിയാക്കാം, നന്ദന പറഞ്ഞു. ഓക്കെ, അതൊക്കെ നിന്റെ ഇഷ്ടം, എല്ലാം ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. ശിവ ഒരു ചിരിയോടെ മറുപടി നൽകി. നന്ദന ശിവയുടെ ഓർണമെന്റ്സും മറ്റും പതിയെ അഴിച്ചു കൊടുത്തു. എല്ലാം അഴിച്ചു മാറ്റിയപ്പോൾ തന്നെ ശിവക്ക് പകുതി ആശ്വാസമായി. സാരിയുടെ ഞൊറി അഴിച്ചു കൊടുക്കുന്ന സമയത്താണ് ഡോറിൽ മുട്ടുകേട്ടത്. നോക്കുമ്പോൾ ആദിയാണ്. ആദിയുടെ സൗണ്ട് കേട്ടതും ശിവ സാരി നേരെയാക്കി. നന്ദന ചെന്ന് ഡോറ് തുറന്നു കൊടുത്തു.
ആദ്യ ഉള്ളിലേക്ക് കയറിയതും ശിവ തിരിഞ്ഞെന്നും ഒരുമിച്ചായിരുന്നു. ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം മുടക്കി. പക്ഷേ പെട്ടെന്ന് തന്നെ ശിവ നോട്ടം മാറ്റുകയും ചെയ്തു. ആദ്യേട്ടാ, എന്താണ് എടുക്കാനുള്ള വെച്ച് എടുത്തിട്ട് പോ, ചേച്ചിക്ക് ഇതൊക്കെ മാറണം. നന്ദന പറഞ്ഞു കേട്ടതും ആദ്യ ഷെൽഫിൽ നിന്നും അവന്റെ ഡ്രസ്സ് എടുത്ത് ശിവയെ നോക്കാതെ വേഗത്തിൽ പുറത്തേക്ക് പോയി. ചേച്ചി, ഷെൽഫിൽ ചേച്ചിക്ക് ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട്, തൽക്കാലം അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നെടുത്ത് പെട്ടെന്ന് ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, ബ്യൂട്ടീഷ്യൻ ഇപ്പം എത്തും. നന്ദന പറഞ്ഞു കേട്ടതും ശിവ ഫ്രഷ് ആവാൻ പോയി. കുളി കഴിഞ്ഞ് ശിവ കണ്ണാടിയിലും നോക്കി. കണ്ണാടിയിൽ തന്റെ പ്രതിബിംബത്തെ ശിവ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. ആദ്യം എണീച്ചു കൊടുത്ത താലിയിലേക്ക് അവളുടെ കൈ ചെന്നു. കുറെ സമയം അവൾ ആ നിൽപ്പ് തുടർന്നു. നന്ദനയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. ദേ, ചേച്ചി എത്തി. വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ശിവയെ കണ്ട് നന്ദന പറഞ്ഞു, ശിവേച്ചി, ഇതാണ് മീരേച്ചി. നന്ദന ശിവക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. മീര നന്ദനയെ പെട്ടെന്ന് തന്നെ ഒരുക്കി. ഇവിടെയും മിനിമൽ മേക്കപ്പ് തന്നെയാണ് ശിവ പ്രിഫർ ചെയ്തത്. ബേബി പിങ്ക് കളർ ബ്രോഡ് ഫ്ലയേഡ് ടൈപ്പ് ലഹങ്കയാണ് ശിവയുടെ വേഷം. കാതിൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കമ്മലാണ് ധരിച്ചത്. കഴുത്തിൽ താലി മാത്രം, ഒരു കയ്യിൽ മാത്രം വളയിട്ടു. ഷോൾ ഒരു സൈഡിൽ മാത്രം വിടർത്തിയിട്ടു. മുടി റോസ് സ്ട്രക്ചേർഡ് ഹെയർ സ്റ്റൈൽ കെട്ടിവെച്ചു. ഇത്രയും ആയപ്പോൾ തന്നെ ശിവക്ക് മടുത്തു തുടങ്ങിയിരുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായപ്പോഴേക്കും ദേവകി അവിടേക്ക് വന്നു. ശിവയെ കണ്ടതും കണ്ണിൽ നിന്ന് അല്പം കൺമിഷെടുത്ത് ദേവകി ശിവയുടെ ചെവിക്ക് പുറകിൽ തൊട്ടുകൊടുത്തു. ഇതെന്റെ സുന്ദരിക്കുട്ടിക്ക് കണ്ണെട്ടായിരിക്കാനാ, ദേവകി ശിവയെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. അത് കേട്ടതും ശിവയൊന്ന് പുഞ്ചിരിച്ചു. വാ മോളെ, താഴേക്ക് പോയാലോ, ഗസ്റ്റൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ശിവ ദേവകിയോടൊപ്പം താഴേക്ക് ചെന്നു. ദേവകിയോടൊപ്പം വരുന്ന ശിവയിലേക്ക് ആദിയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ പോയിക്കൊണ്ടിരുന്നു. ശിവയുടെ സെയിം കളർ ഷെർവാണിയായിരുന്നു ആദിയുടെ വേഷം. ആദിയോടൊപ്പം ശിവ സ്റ്റേജിലേക്ക് പോയി. ബന്ധുക്കളെ കൊണ്ടും അതിഥികളെ കൊണ്ടും അവിടമാകെ നിറഞ്ഞു. ശിവ ആദി നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കിയതേയില്ല. പക്ഷേ ആദിയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ അവളുടെ മേൽ പാറി വീഴുന്നു അവൾ അറിയുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞതും ശിവയുടെ വീട്ടിൽ നിന്നും ആൾക്കാർ വന്നു. രവിയെ കണ്ടതും ചുറ്റും ആൾക്കാരുണ്ടെന്ന് കൂടി ഓർക്കാതെ ശിവയോടി അയാളുടെ നെഞ്ചിലേക്ക് വീണു. ആദ്യം അതെല്ലാം ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു. രവിയും ശ്യാമയും അവളെ ചേർത്ത് പിടിച്ചു. അനു, അച്ചു, ആമിയുമെല്ലാം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അനുവിന്റെ മുഖത്ത് പതിവില്ലാത്തൊരു തിളക്കം കണ്ടതും സിദ്ധു അവളോടെല്ലാം തുറന്നു പറഞ്ഞെന്ന് ശിവക്ക് മനസ്സിലായി. അവരെല്ലാം ചേർന്ന് ഒരുമിച്ച് നിന്ന് കുറെ ഫോട്ടോ എടുത്തു. ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞതും എല്ലാവരും ശിവയും ആദ്യം ഒരു പാട്ട് പാടണമെന്ന് നിർബന്ധം പിടിച്ചു. എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ആദ്യം ശിവയും പാടാൻ തുടങ്ങി. എല്ലായിടത്തെയും ലൈറ്റ്സ് അണഞ്ഞു. സ്റ്റേജിൽ മാത്രം ഡിം ലൈറ്റ് പ്രകാശിച്ചു. ആദ്യമാണ് പാടി തുടങ്ങിയത്. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ, പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ, ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നിതാ, മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം, ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചിയൊഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം, ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചിയൊഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം, മിന്നും കിനാവിൻ തിരയായി ദിനം കാത്തുവയ്ക്കാമണയാതെ നിന്നെ ഞാൻ, ഇടനെഞ്ചിനുള്ളിലെ ചുടുശ്വാസമായി ഞാൻ ഇഴ ചേർത്തു വെച്ചിടാ വിലോലമാ, ജീവാംശമാ താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈറൻ തോമഞ്ഞ തോരാതെ പെയ്തു നീ, പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി കാൽപ്പാട് തേടി അലഞ്ഞു ഞാൻ, ആരാരും
മോഹം പൊൻപീലിയായി വളർന്നിതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴി തൊടുന്നു പതിവാ നിന്നനുരാഗം. ശിവ പാടി കഴിഞ്ഞതും ആദിയെ നോക്കി. അവൻ കണ്ണിമ ചിമ്മാതെ അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. അവൾ കണ്ണുകൊണ്ട് കാണിച്ചതും അവൻ വീണ്ടും പാടാൻ തുടങ്ങി. ഇരുവരും പാടി നിർത്തിയതും ഓഡിയൻസിൽ നിന്നും നീണ്ട കരഘോഷം മുഴങ്ങി. ആദി പ്രണയപൂർവ്വം ശിവയെ നോക്കി. പക്ഷെ അവൾ അവനിൽ നിന്ന് മുഖം തിരിച്ചിരുന്നു. പ്രോഗ്രാമിന് ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയി. അനുവും സിദ്ധുവും കിട്ടുന്ന ടൈമിലെല്ലാം മാക്സിമം ഒരുമിച്ച് തന്നെ നിന്നു. വിഷ്ണു മാമിയും അവരുടെ ലോകത്തായിരുന്നു. പാവ അച്ചു മാത്രം പോസ്റ്റായി താടിയിൽ കയ്യൂന്നി ഒരു മൂലക്കിരുന്നു. ഡോ താൻ്റെ എവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? അച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് ശരത്ത് ചോദിച്ചു. ഏയ് ഒന്നുമില്ല ശരത്തേട്ടാ, ഞാൻ ചുമ്മാ ഇവിടെ ഇരുന്നതാ. അവൾ മറുപടി കൊടുത്തു. ഇനി ഒരുപാട് നാൾ കഴിഞ്ഞല്ലേ പരസ്പരം കാണുള്ളൂ, അതിൻ്റെ സംസാരത്തിലായിരിക്കും അവരെല്ലാം. ശരത്ത് പറഞ്ഞു കേട്ടതും അച്ചു അതേ അർത്ഥത്തിൽ മൂളി. അതെ, അവർക്ക് അവരുടെ ലൈഫ് സെറ്റാക്കി. താൻ മാത്രമാ ഇപ്പം അവരുടെ കൂടുതൽ സിംഗിൾ പ്രസംഗം പാടി നടക്കുന്നത്. തനിക്കും മിംഗിളാവണ്ടേടൂ. ഓ നമ്മളെ കാര്യം നോക്കാനാ, അച്ചു നിരാശാഭാവത്തിൽ പറഞ്ഞു. നോക്കാൻ ആളുണ്ടെങ്കിൽ. അച്ചു പറഞ്ഞു കേട്ടതും ശരത് ചിരിയോട് അവളോട് തിരക്കി. അവൾ ഒന്നും മനസ്സിലാവാത്ത ഭാവത്തിൽ അവനെ നോക്കി. ഞാൻ നോക്കിയാ പോരെ? അപ്രതീക്ഷിതമായ അവന്റെ ചോദ്യം കേട്ടതും അവളൊന്ന് ഞെട്ടി. കുറച്ചു നാളായി തുറന്നു പറയണമെന്ന് വിചാരിക്കുന്നു. ഇന്നാണ് പറയാനുള്ള ഒരു അവസരം ഒത്തുവന്ന്. തൻ്റെ അഭിപ്രായം എന്താ? ഓക്കെ ആണെങ്കിൽ ഇപ്പൊ തന്നെ എൻ്റെ അച്ഛനെയും അമ്മയും നിന്റെ പേരൻസിൻ്റെ അടുത്തേക്ക് വിടാം. ശരത്ത് വളരെ കൂളായി അവളെ പ്രപ്പോസ് ചെയ്തു. ഞാൻ അത് പിന്നെ പെട്ടെന്ന് കേട്ടപ്പോൾ എന്തു മറുപടി നൽകണമെന്നറിയാതെ അച്ചു വീക്കി. ഓക്കെ അതിനിങ്ങനെ കിടന്ന് വിൽക്കണ്ട. തനിക്ക് എത്ര ടൈം വേണമെങ്കിലും എടുത്ത് ആലോചിക്കാം. നല്ലോണം ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി. അതിനുള്ള മറുപടി അവളുടെ മുഖത്ത് വിരിഞ്ഞ ഭംഗിയുള്ള പുഞ്ചിരിയായിരുന്നു. റിസപ്ഷൻ കഴിയുമ്പോഴേക്കും സമയം ഏകദേശം 10 മണിയായിരുന്നു. ഫ്രഷായി വന്ന ശിവയുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാൽ ദേവകി ചിരിയോടെ വെച്ച് നീട്ടി. മടിയോടെ അവൾ ആ ഗ്ലാസ് വാങ്ങിച്ച് ആദിയുടെ മുറിയിലേക്ക് നടന്നു. ആദിയുടെ മുറിക്ക് മുന്നിലെത്തിയതും ശിവയൊന്ന് നിന്നു. ശേഷം ഒരു ദീർഘനിശ്വാസം എടുത്ത് റൂമിലേക്ക് കയറി. ഫോണിലേക്ക് നോക്കിയിരിക്കുമായിരുന്ന ആദി ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും തല ഉയർത്തി നോക്കി. അവളെ കണ്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു. തന്റെ അരികിൽ നിൽക്കുന്ന ശിവയെ അവൻ പ്രണയപൂർവ്വം നോക്കി നിന്നു. ആദിയുടെ നോട്ടം തന്നിലേക്ക് എത്തിയെന്നറിഞ്ഞതും ശിവ പാൽ ഗ്ലാസ് അവന്റെ നേരെ നീട്ടി. ആദി ഗ്ലാസ് വാങ്ങി ടേബിളിലേക്ക് വെച്ചതിന് ശേഷം ശിവയുടെ അടുത്തേക്ക് ചെന്നു. അത് കണ്ടതും ശിവ അവനിൽ നിന്ന് അകന്നു മാറി ജനലിനടുത്തേക്ക് പോയി. ശിവ, ആദിയുടെ സ്വരം ആർദ്രമായി. അവൻ വിളിച്ചു കേട്ടിട്ടും അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കി നിന്നു. ശിവ, താങ്ക്സ്. ആദി പറഞ്ഞു കേട്ടതും ശിവ തിരിഞ്ഞെന്ന് എന്തിനെന്ന അർത്ഥത്തിൽ അവനെ നോക്കി. എല്ലാവരുടെയും മുന്നിൽ എന്നോട് പിണക്കില്ലാതെ അഭിനയിച്ചതിന്. ആദി പറഞ്ഞു കേട്ടപ്പോൾ ശിവയിൽ ചെറിയ ഞെട്ടൽ പ്രകടമായി. പക്ഷേ അവൾ അപ്പോഴും മറുപടിയൊന്നും നൽകാൻ നിന്നു. എനിക്കറിയാം, എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നീ എന്നോട് അടുത്ത് പെരുമാറിയതെന്ന്. അവരത് വിശ്വസിക്കുകയും ചെയ്തു. അവരൊക്കെ നമ്മൾ തമ്മിലുള്ള പിണക്കം മാറിയെന്ന് കരുതി ഒരുപാട് സന്തോഷിക്കുക. അവരുടെ ആ സന്തോഷം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. നമ്മൾ കാരണം നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരിക്കലും ദുഃഖിക്കരുത്. അതുകൊണ്ട് തന്നെ പുറത്ത് നമുക്ക് സ്നേഹസമ്പന്നരായ ഭാര്യ ഭർത്താക്കന്മാരായി തുടരാം. നമുക്കിടയിൽ എന്തും ഈ 4 ചുമരുകൾക്കുള്ളിൽ ഒതുക്കാം. തനിക്ക് എപ്പോഴെങ്കിലും എന്നോട് ക്ഷമിക്കാൻ സാധിച്ചാൽ അന്ന് മാത്രം നമുക്ക് പുതിയൊരു ജീവിതം ആരംഭിക്കാം. ആദിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ശിവയ്ക്ക് ഒത്തിരി സമാധാനമായി. ശിവയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ആദി പറഞ്ഞതും. ഇന്നലെ മുതൽ ഉറക്കളക്കുന്നല്ലേ, തനിക്ക് നല്ല ക്ഷീണമുണ്ടാവും, താനീ ബെഡി കിടന്നു. ആദി പറഞ്ഞു കേട്ടതും ശിവ അവനെ സംശയത്തിൽ നോക്കി. ഞാൻ ദേ അവിടെ കിടന്നോളാം. റൂമിന്റെ സെൻട്രലായി സെറ്റ് ചെയ്തിരിക്കുന്ന സോഫ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആദി പറഞ്ഞു. ശിവ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. ഡോ, താൻ കിടന്നോളൂ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. താൻ കിടന്നിട്ട് വേണം റൈറ്റ് സോഫയിൽ എനിക്ക് ഇറക്കാൻ. ആദി പറഞ്ഞു കേട്ടതും ശിവ വേഗം ബെഡിൽ കയറി കിടന്നു. കിടന്നിട്ട് കുറച്ച് സമയമായിട്ടും രണ്ടുപേർക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഒരു മുറിയിൽ ആദിയോടൊപ്പം ചെലവിടുന്നതിൽ ശിവക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. താൻ ഇന്നൊരു ഭാര്യയായിരിക്കുന്നു, പക്ഷേ ഒരു ഭർത്താവായി അയാളെ തനിക്ക് കാണാൻ സാധിക്കുമോ? എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അയാളെ പൂർണ്ണമായി സ്നേഹിക്കാൻ സാധിക്കില്ല. സ്വയം ഓരോ ചോദ്യങ്ങൾ അവൾ തന്നോട് തന്നെ ചോദിച്ചു. ആദിയുടെ മനസ്സിലും പലവിധമായ ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. ഒരുപാട് നാളുകളായി സ്വപ്നം കണ്ടിരുന്ന ദിവസമാണിന്ന്. പാറു ഇന്ന് തൻ്റെ ഭാര്യയാണ്. പക്ഷെ ശിവയിൽ നിന്നും തൻ്റെ മാത്രം പാറുവിലേക്ക് എത്താൻ ഇനിയും ധാരാളം ദൂരം ബാക്കി കിടക്കുന്നു. സാരമില്ല, പൂർണ്ണമായും എൻ്റെ പാറുവായി മാറുന്ന ദിവസത്തിനു വേണ്ടി എത്ര കാത്തിരിക്കാനും ഞാൻ തയ്യാറാണ്. ആദി മനസ്സിൽ പറഞ്ഞു. എന്നിലെ സ്ത്രീയാണ് അയാളെന്ന് അപമാനിച്ചത്. അതത്ര പെട്ടെന്ന് മറക്കാനോ പൊറുക്കാനോ തനിക്ക് കഴിയില്ല. അന്നത്തെ ദിവസം ഓർക്കും തോറും ശിവക്ക് ആദിയോടുള്ള കരി കൂടിക്കൂടി വന്നു. ഐ ഹേറ്റ് യു ആദിത്യൻ. ശിവയുടെ മനസ്സ് മന്ത്രിച്ചു. ഐ ലവ് യു പാറു.
ആദിയും മനസ്സിൽ പറഞ്ഞു. ഇവരുടെ വിവാഹ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കും? കാത്തിരിക്കാം.